ഒറ്റയ്ക്കൊരു കാട്ടില് ഒരു പെൺകുട്ടി ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലിക്ക് കയറുകയാണ്. എന്നാൽ അവൾ അവിടെ ജോലിക്ക് ചെല്ലുമ്പോഴാവട്ടെ കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇവളെ ആക്രമിക്കാനായിട്ട് ഒരു പ്രത്യേകതരം ജീവി ഇവളുടെ പിന്നാലെ വരുന്നുണ്ട്. എന്ത് തരം ജീവിയായിരിക്കും അത്? ഇവളെ രക്ഷിക്കാൻ ആരൊക്കെ വന്നു കാണും? ഇവൾ ആ ജീവിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? അവസാനം ആ ഒരു ജീവിക്ക് എന്ത് പറ്റി കാണും? അത് എന്ത് തരം ജീവിയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ലുക്ക് ഔട്ട് എന്ന മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കാടാണ് കാണിക്കുന്നത്. ആ കാട്ടിൽ കൂടെ ഒരു പയ്യൻ നടന്നു വരുന്നുണ്ട്. ഒരു ചുമന്ന ഷർട്ടിട്ട പയ്യൻ. അവനിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ടെന്റ് കെട്ടി വെച്ചിട്ടുണ്ട്. ആരും ഉണ്ടെന്ന് മനസ്സിലായി. പതി അവിടെയെല്ലാം നടന്ന് വിളിച്ചു നോക്കും ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആരും വിളി കേൾക്കുന്നില്ല. അന്നേരമായിരിക്കും ദൂരം ഒരു ശബ്ദം കേൾക്കുന്നത്. തൊട്ടടുത്ത് തന്നെ. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു മനുഷ്യനെ മരത്തിൽ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. അതുമല്ല അയാൾക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അയാളുടെ വായിൽ നിന്ന് കുറേയധികം കറുത്ത ദ്രാവകങ്ങൾ വരുന്നുണ്ട്. ഇത് കണ്ട് അവൻ പെട്ടെന്ന് തന്നെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. കട്ട് ചെയ്താൽ 4 ദിവസം മുമ്പ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. 4 ദിവസത്തിന് മുമ്പ് നമ്മുടെ കഥാനായികയാണ് കാണിക്കുന്നത്. അവളുടെ പേര് മെലീസ എന്നാണ്. അവൾ ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. ഇപ്പൊ ജോലി എടുക്കാനായിട്ട് പോവാണ് ഒരു വണ്ടിയിൽ കയറിയിട്ട്. അങ്ങനെ അവൾ കാട് വഴി വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അവളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അവളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അയച്ചത് മറ്റാരുമല്ല, അവളുടെ ബോയ് ഫ്രണ്ട് തന്നെയാണ്. എന്റെ അടുത്ത് ഇങ്ങനെ പിണങ്ങി പോവല്ലേ, നമുക്കെല്ലാം സംസാരിച്ചു തീർക്കാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവളും അവനുമായിട്ട്, അതായത് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം വെച്ചിട്ടാണ് അവൾ ജോലിക്കായിട്ട് വന്നേക്കുന്നത്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് അവൾക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ബോയ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവള് പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ഫോൺ എടുത്ത് എന്തോ ഒരു മെസ്സേജ് തിരിച്ചയക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവള് തിരിച്ചയക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ ആരോ എടുത്ത് ചാടുന്നത്. ഇവള് വണ്ടി ഓടിച്ചു കൊണ്ടാണല്ലോ മെസ്സേജ് തിരിച്ചയക്കാനായിട്ട് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ അവള് വണ്ടി ഒഴിച്ചു മാറ്റി നിർത്തുകയാണ്. ആ ഒരു മനുഷ്യനെ കാണുന്നില്ല. അവിടെ നിന്ന് ഒരു മനുഷ്യനെ കാണുന്നില്ല. വണ്ടിക്ക് വട്ടം വെച്ച ആ ഒരു മനുഷ്യനെ കാണുന്നില്ല. അവള് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ എല്ലാം നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. അവള് വണ്ടിയുടെ അടുത്ത് വന്ന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കുമ്പോൾ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൾ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പിന്നാലെ അയാൾ വരുന്നത്. അയാളെ കണ്ടിട്ട് മെലീസ പേടിച്ചു പോകുന്നൊന്നുമില്ല. അവൾ ഫോറസ്റ്റ് ഓഫീസർ അല്ലേ, എന്തിനാണ് നടു റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത്, വണ്ടി തട്ടിയിരുന്നെങ്കിലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അവന് വഴക്ക് പറയും. ആ നേരം അങ്ങോട്ട് 2 ആൾക്കാരൂടെ വരികയാണ്. ഈ കാട്ടിലോട്ട് വേട്ടയ്ക്ക് വന്ന 2 ആൾക്കാർ. അവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ കുറുകെ ചാടിയത്. അവർ വന്ന് ഈ ഫോറസ്റ്റ് ഓഫീസറിനോട്, അതായത് മെലീസിനോട് ക്ഷമ പറയും. അതുപോലെ തന്നെ മെലീസ അവരെ വഴക്ക് പറയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ വേട്ടയാടാനായിട്ട് പാടില്ല, അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ വേട്ടയാടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു 2 അപ്പൂപ്പന്മാര് പറയും, ഞങ്ങൾ വേട്ടയാടാനായിട്ട് വന്നേയല്ല, ഈ കാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. അതുമല്ല ഈ ആയുധങ്ങളൊക്കെ കണ്ട് നിങ്ങൾ വേട്ടയാടാനായിട്ട് വന്നയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട. എന്തെങ്കിലും ഒരു മൃഗം വരുമ്പോൾ അതിനെ ആക്രമിക്കാനായിട്ടാണ്, നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചാക്രമിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് മെലീസിനെ അവിടെ നിന്ന് പറഞ്ഞുവിടും. പക്ഷെ മെലീസയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ കാട്ടിൽ വേട്ടയാടാനായിട്ട് പാടില്ല ഈ ഒരു സമയത്ത്. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേട്ടയാടാം, ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട്. ആ ഗവൺമെന്റ് അങ്ങനെയാണ് അതിനെ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റേ ആൾക്കാർ പോയിട്ടുണ്ട്, നമ്മൾ വേട്ടയൊന്നും ആടത്തില്ല എന്ന് പറഞ്ഞിട്ട്. മെലീസ കാർ എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് അവളുടെ ആ ഒരു ജോലി ചെയ്യാനുള്ള ഓഫീസിലോട്ട്. അങ്ങനെ മെലീസ വണ്ടി ഓടിച്ച് റോഡൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുക. അങ്ങോട്ട് മെലീസയ്ക്ക് മാത്രമേ പോകാനായിട്ട് കഴിയത്തുള്ളൂ. വണ്ടിയൊക്കെ ഒതുക്കിയതിനു ശേഷം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവർ ഡോറിന്റെ അടുത്ത് നിന്ന് ഡോറ് തുറക്കുകയാണ്. വണ്ടി എടുത്ത് അകത്തിടും. ആ ഡോറിന്റെ അകത്തിടും. എന്നിട്ട് ഡോർ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ വണ്ടിയുടെ അകത്തുള്ള ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഇല്ലേ, ആ ഒരു സ്ക്രീനൊക്കെ ഇല്ലേ, അതിങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഈ ഒരു സ്ഥലത്തിന്. എന്നാൽ അത് മെലീസ കാണുന്നില്ല. മെലീസ ഡോർ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ടൊരു കാറ് വന്നിട്ടുണ്ട്. ആ കാറിനകത്ത് മറ്റാരുമല്ല, നേരത്തെ കണ്ട 3 മനുഷ്യരാണ്. മെലീസ അവരെ കണ്ടുടനെ പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കുകയാണ്. മെലീസ എന്താ വിചാരിക്കുന്നത്, അവർ ഈ ഡോറൊക്കെ തകർത്ത് അകത്തോട്ട് കയറി വരാനായിട്ട് പോവാണെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. മെലീസ ഡോർ അടച്ചുടനെ അവർ വണ്ടി തിരിച്ച് അവിടെ നിന്ന് പോകും. അവർ പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവൾ അവളുടെ വണ്ടിയിൽ വന്ന് കയറിയിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. മെലീസയുടെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നേരത്തെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ബ്ലിങ്ക് ആവുന്നത് പോലെ. അങ്ങനെ അവൾ വണ്ടി ഓടിച്ച് അവൾ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവളെ കാത്തുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. അവന്റെ പേര് ബില്ലി എന്നാണ്. അവനാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അവനിപ്പോ ലീവിന് പോകാൻ പോവാണ്. അതുകൊണ്ടാണ് മെലീസ ഇങ്ങോട്ട് വന്നത്. മെലീസനെ കണ്ടുടനെ അവൻ പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി വരും. മെലീസ കുറച്ച് താമസിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ദേഷ്യമുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ചാടി വന്ന് അവളുടെ അടുത്ത് താക്കോല് ചോദിക്കുകയാണ്, വണ്ടിയുടെ താക്കോല്. ആ വണ്ടിയുടെ താക്കോല് വാങ്ങിച്ച് ഒന്നും മിണ്ടാതെ അവൻ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. മെലീസ അവൻ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ. മെലീസയും എന്താണ് സംഭവം എന്ന് അറിയാതെ അവളുടെ ക്യാബിനിൽ വരും. അവളുടെ ഒരു ക്യാമറയൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അകത്ത് വന്ന് ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്റ്റനെ വിളിച്ച് പറയണം, ഇത് കണക്ക് കാടിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ നോക്കുന്നുണ്ടെന്ന്. ഈ കാടിന് തീ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥയാണ് മെലീസ. അപ്പൊ മെലീസ മൈക്ക് എടുത്ത് സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ മൈക്കിനകത്തോട്ട് കറണ്ട് വരുന്നില്ല. കാരണം സോളാർ ഫിറ്റ് ചെയ്തിട്ടില്ല. സോളാർ ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. ബില്ലി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ട് സോളാർ ഒന്നും ഫിറ്റ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബില്ലിനെയും ചീത്ത പറഞ്ഞ് താഴെ ഇറങ്ങി ചെല്ലും ജനറേറ്റർ ഓൺ ആക്കാനായിട്ട്. താഴെ ഒരു ജനറേറ്റർ ഇരിപ്പുണ്ട്. അതിനകത്ത് പെട്രോളൊക്കെ ഒഴിച്ച് ജനറേറ്റർ ഓൺ ആക്കും. അങ്ങനെ ജനറേറ്റർ ഒക്കെ ഓൺ ആക്കിയതിനു ശേഷം അവൾ അവളുടെ ക്യാബിനിൽ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് പറയാണ്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാപ്റ്റൻ അവൾ ഒരുപാട് വഴക്ക് പറയും. അവൾ കുറച്ചധികം താമസിച്ചു പോയിട്ടുണ്ട്, ഈ ഒരു മൈക്കൊക്കെ ഓൺ ആക്കാൻ പാടുപെട്ടത് കൊണ്ട് തന്നെ. അവൾ ഇതൊക്കെ പറയുമ്പോൾ ആ ക്യാപ്റ്റൻ നല്ല
രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. അവൾക്ക് SR എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. അങ്ങനെ അവൾ കാടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ച് ബൈനാക്കുലർ വെച്ച് നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു കിളി വന്ന് ആ ഒരു ക്യാബിൽ വന്ന് ഇടിക്കുകയാണ്. ഗ്ലാസിന്റെ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ കിളിക്ക് മനസ്സിലാവാതെ വന്ന് ഇടിച്ചതാണ്. ഇത് കണ്ട് അവൾ ഒരുപാട് പേടിച്ചു പോയി. ക്യാപ്റ്റൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നീ പേടിച്ച് നിലവിളിച്ചതെന്ന്. അവൾ പറഞ്ഞു കൊടുക്കും, ഒരു കിളി വന്ന് ഗ്ലാസ്സിൽ ഇടിച്ചതാണെന്ന്. ക്യാപ്റ്റൻ അവളോട് ആ കിളീനെ എടുത്തോണ്ട് വന്ന് പുറത്ത് കുഴിച്ചിടാനായിട്ട് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനോട് പറയും. ഈ കാട്ടിന് കുഴപ്പമില്ല, റിപ്പോർട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കിളീനെ എടുത്ത് അവൾ താഴ്ത്തു വന്ന് അതിനെ കുഴിച്ചിടുകയാണ്. അങ്ങനെ കിളീനെയൊക്കെ കുഴിച്ചിട്ടിട്ട് അന്നത്തെ വൈകുന്നേരം അവൾ അവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ അവൾക്ക് റിപ്പോർട്ട് പറയാനുള്ള സമയമായിട്ടുണ്ട്. ഓരോ സമയത്തും ഇതുപോലെ റിപ്പോർട്ട് പറയണം, കാടിന് കുഴപ്പമില്ല, ഈ ഒരു ഏരിയയിലൊന്നും കുഴപ്പമില്ലാന്ന്. അങ്ങനെ അതുപോലെ തന്നെ അവൾ ക്യാപ്റ്റനോട് പോയി കാര്യം പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അവൾ പാചകം ചെയ്യാണ്. സവാള കരയുമ്പോൾ നല്ല രീതിയിൽ കരയുന്നുണ്ട്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ആ ഒരു റേഡിയോ ബാൻഡ് ഇല്ലേ, അതൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ക്യാപ്റ്റൻ അല്ല. ആരാന്ന് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഫോറസ്റ്റിൽ തന്നെ ദൂരെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരന്റെ പേര് റോയ് എന്നാണ്. എന്നാൽ അത് ക്യാപ്റ്റനെ പോലെ വലിയ ദേഷ്യക്കാരനൊന്നും അല്ല. സാധാ ഒരു മനുഷ്യനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ നല്ല കൂട്ടായിട്ടാണ് സംസാരിക്കുന്നത്. മെലീസയ്ക്കും ഇത് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനമാവുന്നത്. കാരണം സംസാരിക്കാനായിട്ട് ഒരു നല്ല മനുഷ്യനെ കിട്ടിയില്ലേ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പേരെന്താണ്, എവിടെ നിന്നാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. മെലീസയും അതുപോലെ തന്നെ റോയും നല്ല രീതിയിൽ കൂട്ടാവുന്നുണ്ട്. അന്ന് രാത്രി റോയിയോട് സംസാരിച്ചിട്ട് അവൾ കിടന്നുറങ്ങുകയാണ്. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് അവൾ അറിയാതെ ആകാശത്തൂടെ എന്തോ ഒരു വെളിച്ചം പാഞ്ഞു പോകുന്നുണ്ട്. എന്തോ ഒരു സ്പേസ് ഷിപ്പ് താഴോട്ട് ഇടിച്ചിറങ്ങിയതുപോലെ. പക്ഷേ അത് മനുഷ്യന്റെ അല്ല, എന്തോ ഏലിയന്റെ സ്പേസ് ഷിപ്പ് ആണെന്ന് തോന്നുന്നു. അറിയില്ല, അതിങ്ങനെ വേഗതയിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പല്ല് തേക്കാനും വർക്കൗട്ട് ചെയ്യാനും എല്ലാത്തിനും തുടങ്ങുകയാണ്. ഇതിനുശേഷം എന്താ, കുളിയാണ്. കുളിക്കാനായിട്ട് അവൾ ഡ്രസ്സ് ഒന്നും ഇടാതെ അവിടെ നിന്ന് കുളിക്കുകയാണ്. ഈ കുളിക്കുന്ന സമയത്ത് അവൾക്ക് എന്തോ ഒരു തോന്നല്, ആരോ അവളെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ. പക്ഷെ അറിയില്ല ആരാണെന്ന്. പെട്ടെന്ന് തന്നെ അവൾ എന്തോ പോലെ ആയിട്ട് മുകളിലോട്ട് കയറി വരികയാണ്. അവളിപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു സോളാർ പാനൽ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു റേഡിയോ സ്റ്റേഷൻ വർക്ക് ആവാനായിട്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ക്യാപ്റ്റനോട് വന്ന് സംസാരിക്കും. ആ കാടിന് ചുറ്റും നോക്കിയിട്ട് കാടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൾ താഴോട്ടിറങ്ങി ചെല്ലും ഈ ഒരു കാടൊക്കെ കാണാനായിട്ട്. രാവിലെയും വൈകുന്നേരവും ക്യാപ്റ്റനോട് സംസാരിച്ചാൽ മതി, കാടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾ കാട് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവൾ നടന്നൊരു കാട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് എന്തോ ഒരു സംശയം പോലെ താഴെ കിടക്കുന്ന ഒരു കമ്പെടുത്ത് അവിടെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ തൊടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അടയാണ്. ഈ കാടിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. നേരെ ചൊവ്വേ നോക്കി നടന്നില്ലെങ്കിൽ അത് കാല് മുറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ മെലീസയ്ക്ക് മനസ്സിലാവുകയാണ്. വീണ്ടും മെലീസ അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങും. ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴാവട്ടെ ഒരു മരക്കമ്പ്, ആ മരക്കമ്പിനകത്ത് ഒരു പ്രത്യേകതരം ഫ്ലൂയിഡ് പറ്റിയിരിപ്പുണ്ട്. എന്തോ ഒരു തരം ദ്രാവകം, അത് നീല കളർ ദ്രാവകം. എന്താണെന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തോ പാട്ട് കേൾക്കുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് ചെല്ലുമ്പോഴാവട്ടെ താഴെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കിടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ടെന്റും കെട്ടിയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം വിളിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഏത് മനുഷ്യനാണ് ഇവിടെ താമസിച്ചെന്ന് അറിയാൻ പാടില്ല. അതുമല്ല മെലീസ നോക്കുമ്പോൾ ആ ടെന്റിനകത്ത് എന്തോ വന്ന് വീണ് കത്തിയിട്ടുണ്ട്. എന്തോ തീ പിടിച്ചതുപോലെ താഴെ ഭാഗം എല്ലാം കത്തിയിട്ടുണ്ട്. അവൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പിന്നീന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, എന്റെ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട്. മെലീസ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ലേഡിയാണ്. ആ ലേഡിയുടെ കാലെല്ലാം പൊള്ളിയിട്ടുണ്ട്. മെലീസ എന്താ പറ്റിയെന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എന്റെ അതില്ല, എന്റെ അതില്ല എന്ന്. മെലീസയ്ക്ക് മനസ്സിലാവുന്നില്ല ഈ ലേഡി എന്താണ് ഈ പറയുന്നതെന്ന്. ഈ ലേഡിനെ ഇങ്ങനെ വിടുവാണെങ്കിൽ അവർ മരിച്ചു പോകും. അവരുടെ ആരോഗ്യം വളരെയധികം മോശമാണ്. ഇപ്പം കാലൊക്കെ പൊള്ളിയിട്ട്, രണ്ടു കാലും ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ വാന്ന് പറഞ്ഞ ആ ലേഡീനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. പോകുന്ന സമയത്ത് ആ ടെന്റിനുള്ളിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഉൽക്ക പോലത്തെ സംഭവം വന്ന് വീണിട്ട് ആ ഒരു താഴ്ഭാഗം എല്ലാം പൊള്ളി പോയിട്ടുണ്ട്. അതായത് കത്തി നശിച്ചതുപോലെ. അങ്ങനെ ആ ടെന്റിൽ കിടന്ന ലേഡിയുടെ കാലും പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെലീസ ആണെങ്കിൽ ആ ലേഡിനെ വിളിച്ച് അവളുടെ ക്യാബിന്റെ താഴെ വന്നിട്ടുണ്ട്. ആ ലേഡിക്ക് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ മുകളിലോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. മെലീസ ആ ലേഡിയോട് ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ക്യാബിന്റെ ഉള്ളിലോട്ട് ഓടും. ഇവളി ഓടിപ്പടച്ച് ക്യാബിനിലോട്ട് കയറി വരുന്ന നേരത്ത് ആ പുറത്ത് തന്നെ സോളാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി വന്നപ്പോൾ അവൾ അറിയാതെ ആ സോളാർ തട്ടി താഴെയിട്ട് അത് തകർന്നു പോയി. ഇപ്പൊ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്യാബിനിലോട്ട് ഓടി ചെല്ലുകയാണ്. അവൾ അവിടെ ചെന്നിട്ട് റോയിനെ വിവരം അറിയിക്കും. ഇതണക്ക് ഒരു ലേഡീനെ കിട്ടിയിട്ടുണ്ട്, അവരുടെ ആരോഗ്യം ഒരുപാട് മോശമാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന്. റോയ് ഒരു കാര്യം പറയും. ക്യാപ്റ്റൻ ആണെങ്കിൽ വണ്ടി എടുത്ത് മെലീസയുടെ കാടിന്റെ ഭാഗത്തിന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റനോട് പറഞ്ഞാൽ വണ്ടിയിൽ ആ ലേഡീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ റോയ് പോയി ക്യാപ്റ്റനെ വിവരം അറിയിക്കും. ഇപ്പൊ മെലീസ ആണെങ്കിൽ ആ ക്യാബിലുള്ള കുറെ മരുന്നൊക്കെ എടുത്ത് താഴോട്ടിറങ്ങി വരുമ്പോൾ ആ ലേഡീനെ കാണാനില്ല. ആ ലേഡി എങ്ങോട്ട് പോയി? മെലീസ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ലേഡീനെ കാണാനില്ലല്ലോ. ഇതേ നേരം ക്യാപ്റ്റൻ ആണെങ്കിൽ വണ്ടി ഓടിച്ച് പോവാണ്. കൂടെ തന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആ കാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ക്യാപ്റ്റന്റെ വോക്കി ടോക്കിലോട്ട് ഒരു കോള് വരും. ക്യാപ്റ്റൻ എടുത്ത് നോക്കുമ്പോൾ അത് റോയ് ആണ്. റോയ് ക്യാപ്റ്റനോട് വിവരം പറയും. പക്ഷേ ഈ ക്യാപ്റ്റൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് മെലീസ കാട്ടിലോട്ട് പോയി ഒരു ലേഡീനെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ച്. ഈ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്യാബിൽ ഇരിക്കണം, ആ കാട്ടിൽ തീ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ
ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ടിട്ട് വണ്ടി എടുത്ത് മെലീസനെ കാണാനായിട്ട് പോവാണ്. വീണ്ടും മെലീസനെ കാണിക്കുകയാണെങ്കിൽ അവൾ അവിടെ എല്ലാം തിരഞ്ഞ ആ ലേഡീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ലേഡിക്ക് കുഴപ്പമൊന്നുമില്ല. അവരൊരു സ്ഥലത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ അതില്ല, എൻ്റെ അതില്ല എന്ന്. അതായത് ഒരു ബോധമില്ലാത്ത മനുഷ്യനെ പോലെയാണ് സംസാരിക്കുന്നത്. ആ ലേഡി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മെലീസയ്ക്കൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു പട്ടാള ഡ്രസ് ഇട്ട മനുഷ്യനില്ലേ, അയാൾ അവരെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. മെലീസ എന്താ പറ്റിയെന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് ആ ഒരു സ്റ്റെപ്പിന്റെ ഭാഗത്ത് വീണ്ടും വരും അവരവിടെ ഇരുത്താനായിട്ട്. മെലീസയും അതുപോലെ തന്നെ ആ ലേഡി അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ക്യാപ്റ്റനും ടീംസും കൂടെ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റന്റെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ആ ലേഡീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ ക്യാപ്റ്റൻ വന്നിട്ട് മെലീസനെ ഒരുപാട് വഴക്ക് പറയും. നീ എന്ത് കണ്ടിട്ടാണ് കാട്ടിലോട്ട് ഇറങ്ങിപ്പോയത്? എപ്പോഴും ക്യാബിന്റെ ഉള്ളിൽ തന്നെ കാണണം. 5 മിനിറ്റ് പോലും താഴെ വന്നിരിക്കാനായിട്ട് പാടില്ല. കാട്ടിൽ തീ പിടിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? അതുകൊണ്ട് നീ നിന്റെ ജോലി നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. മെലീസയ്ക്ക് അത് കേട്ട് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ അവളുടെ ജോലി എന്തായാലും നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ക്യാപ്റ്റൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നേരത്തെ അവൾ തട്ടി തറയിട്ട ആ സോളാർ ഇല്ലേ, ആ സോളാർ റിപ്പയർ ചെയ്യണമെന്ന്, ഇല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് അയാൾ പ്രത്യേകം പറയുന്നുണ്ട്. അവൾ അറിയാതെ തട്ടിയിട്ടും പോയി. ഇനി അത് റെഡിയാക്കിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ജനറേറ്ററിൽ മാത്രം കറണ്ട് എടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ അവൾ ആകെ വിഷമിച്ച് അവളുടെ ക്യാബിൽ വന്നിരുന്ന് ഉറങ്ങിപ്പോവാണ്. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. റിപ്പോർട്ട് പറയാനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ 2 മിനിറ്റ് വൈകി. ഈ 2 മിനിറ്റ് വൈകിയാൽ ഒരുപാട് പ്രശ്നമാണ്. അവൾ വന്ന് റിപ്പോർട്ട് പറയും. എന്നാൽ ബാക്കി വശാൽ എടുക്കുന്നതാവട്ടെ റോയിയാണ്. റോയിയോട് റിപ്പോർട്ട് പറയുമ്പോൾ 4-2 ആയിട്ടുണ്ട്. എന്നാൽ റോയി പറയും സാരമില്ല, ഞാൻ 4 മണിയായിട്ട് കൂട്ടിക്കോളാന്ന്. അവൾക്ക് ഒരുപാട് ആശ്വാസവും. കാരണം ക്യാപ്റ്റന്റെ വഴക്കിട്ടു എന്ന് പറഞ്ഞിരുന്നപ്പോൾ അത് റോയി അങ്ങ് സോൾവ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. എന്തായാലും ഇപ്പൊ അവളാണെങ്കിൽ താഴോട്ടിറങ്ങി വരും ആ ഒരു സോളാറൊക്കെ റെഡിയാക്കാനായിട്ട്. എന്നാൽ താഴോട്ടിറങ്ങി വന്ന് നോക്കുമ്പോഴാവട്ടെ അവിടെ ഒരു പ്രത്യേക തരം കവർ കിടക്കുന്നുണ്ട്. അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറച്ചധികം കല്ലുകളുണ്ട്. എന്തോ ഒരു പ്രത്യേക തരം കല്ലുകൾ. പക്ഷെ അവൾ ഇത് കണക്കത്തെ കല്ല് മുമ്പേ കണ്ടിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും അത് അവളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അന്ന് രാത്രി ആവുന്ന സമയത്ത് അവൾ ഒരു ചായക്ക് കുടിച്ച് റോയിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആകെ ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ റോയിയോട് സംസാരിക്കുന്നതാണ്. അവളൊരു കൂട്ടുകാരൻ നിന്നാണെങ്കിൽ പറയാം. ഇതേ നേരം കാട്ടിനുള്ളിൽ കാണിക്കുകയാണെങ്കിൽ മെലീസയുടെ വണ്ടിക്ക് ഒരുത്തൻ കുറുക്ക് ചാടിയില്ലായിരുന്നോ? ഒരു പട്ടാള ഡ്രസ്സൊക്കെ ഇട്ട് ഒരുത്തൻ നമ്മൾ ആദ്യം കണ്ട അവനാണെങ്കിൽ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ തോണ്ടിയെടുക്കുന്നുണ്ട്. ഒരു എന്തോ തരം കല്ല് പോലത്തെ സംഭവം. എന്നാൽ അവൻ ഒരു ബോധം ഇല്ലാതെയാണ് അങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ മെലീസയാണെങ്കിൽ റോയിനോട് സംസാരിക്കുമ്പോൾ പുറത്ത് നല്ല രീതിയിൽ ഇടി വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണക്ഷൻ പോവാണ്. അവൾ അതിനുശേഷം പോയി കിടന്നുറങ്ങും. ഈ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് ഇല്ലേ, അതിങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ. മെലീസ ആദ്യം വന്ന് അതിനകത്തെടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൾ അത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഡിവൈസ് ഓഫായി പോവാണ്. വീണ്ടും അവൾ പോയി കിടന്നുറങ്ങാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് ആ ഡിവൈസ് വീണ്ടും വർക്കാവും. ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ. എന്നാൽ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ഡിവൈസ് വർക്കാവത്തില്ല. അവൾ ആകെ പേടിച്ച് മാറി അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഈ ഡിവൈസിന് പറ്റിയെന്ന് അറിയത്തില്ല. ഇനി വല്ല പ്രേതഭൂതമോ മറ്റോ ആണെങ്കിലോ അതൊന്നും അവൾക്ക് അറിയത്തില്ല. അവൾ നല്ല രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അവൾ പഴയതുപോലെ താഴോട്ടിറങ്ങി പോകുന്നില്ല. പകരം ക്യാബിനകത്ത് നിന്ന് തന്നെ പല്ല് തേക്കുകയും മുടി കഴുകുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ റിപ്പോർട്ട് പറയുന്നുണ്ട് ക്യാപ്റ്റനെ വിളിച്ചിട്ട്. എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നത്, കുറച്ച് മെഡിക്കിറ്റും അതുപോലെ തന്നെ കരടി വന്നാൽ അടിക്കാനുള്ള സ്പ്രേ ഒക്കെ ആയിട്ട് ഒരു ബാഗും എടുത്ത് കാട്ടിലോട്ട് പോകും. അവൾക്ക് ആ ടെന്റിന്റെ അവിടെ എന്താണെന്ന് അറിയണം. അങ്ങനെ ടെന്റിന്റെ അവിടെ ചെല്ലുമ്പോൾ ആ ടെന്റ് അകം നശിച്ച് കിടപ്പുണ്ട്. അതിന്റെ അകത്ത് എന്തോ ഒരു കത്തി നശിച്ചതുപോലെ. അവൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പയ്യനെ കണ്ടില്ലായിരുന്നോ ഈ സിനിമയുടെ തുടക്കത്തിൽ? അവൻ അങ്ങോട്ട് വരികയാണ്. മെലീസയെ പരിചയപ്പെടും. മെലീസ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. മെലീസ അവനോട് ചോദിക്കും, എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്? നീ വേട്ടയാടാൻ വല്ലതും വന്നയാണോന്ന്. അവനും ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വല്ലതും ആണെങ്കിൽ കേസാവും. അല്ല ഞാൻ ചുമ്മാ വന്നതാണ്, ഞാൻ എന്റെ ക്യാമ്പിൽ പോവാണെന്ന് പറഞ്ഞ് അവൻ തിരികെ നടക്കാനായിട്ട് തുടങ്ങും. ഈ മെലീസ വലിയ മൈൻഡ് കാണിക്കാത്തത് കൊണ്ടാണ് അവൻ തിരികെ പോവാന്ന് പറഞ്ഞു പോകുന്നത്. ഇവൻ പോകുന്ന സമയത്ത് മെലീസയാണെങ്കിൽ അവളുടെ ക്യാമറ എടുത്തിട്ട് അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ വല്ല കള്ളനാണെങ്കിലോ അറിയാൻ പാടില്ല. അവൾ ഇതുവരെ അവനെ കണ്ടിട്ടുമില്ല. അന്ന് രാത്രി അവൾ അവളുടെ ക്യാമ്പിൽ തിരിച്ചു വന്നിട്ട് റോയിയായിട്ട് സംസാരിക്കുകയാണ്. റോയിയായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് ഇത്തിരി സമാധാനം കിട്ടുന്നത്. ക്യാപ്റ്റൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അയാളോട് സംസാരിക്കാനൊന്നും കഴിയത്തില്ല. ഇപ്പൊ റോയിയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവൾ ഉറങ്ങാനായിട്ട് പോകും. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴാവട്ടെ അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ ഇന്നെടുത്ത ഫോട്ടോ അവളുടെ ക്യാമറയിൽ പരിശോധിച്ചു നോക്കും. ആ ഒരു ടെന്റ് കത്തിയ നിലയിലുള്ള ആ ഒരു ഫോട്ടോ, ആ ഒരു താഴ്ഭാഗത്ത് എന്തോ വീണിട്ട് കത്തിയതുപോലെ. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ പാടില്ല. അത് അവൾ ആകെ സംശയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പഴയതുപോലെ തന്നെ റിപ്പോർട്ട് പറയും, പല്ല് തേക്കും, കുളിക്കും. ഇതിനുശേഷം അവളുടെ ബാഗുമായിട്ട് അവൾ കാട്ടിലോട്ട് വീണ്ടും ഇറങ്ങുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ കാട്ടിൽ കൂടെ ഒരുപാട് നടന്നൊരു സ്ഥലത്ത് ചെല്ലും. അവൾ കാട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഏതോ ഒരു മനുഷ്യന്റെ അലർച്ച കേൾക്കുകയാണ്. ആരും നിലവിളിക്കുന്നത് പോലെ. അവൾ ഇത് കേട്ട് പേടിച്ചിട്ട് അടുത്തോട്ടൊന്നും പോകുന്നില്ല. പകരം അവിടെ ഓടാനായിട്ട് തുടങ്ങും. നല്ല വേഗത്തിൽ ഓടും. എന്നാൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൾ ഓടുന്ന സമയത്ത് തറയിൽ തന്നെ കുറെ അധികം ട്രാപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ട്രാപ്പിൽ ചവിട്ടി അവൾ മറിഞ്ഞ് താഴെ വീഴാണ്. അവൾക്ക് നടക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല. അത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനും കഴിയുന്നില്ല. എന്നാൽ അവളുടെ ഭാഗ്യവശാല് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഒരുത്തൻ, അവൻ അങ്ങോട്ട്
അങ്ങോട്ട് വരുന്നുണ്ട് ആ ചുമന്ന ഷർട്ട് ഇട്ട് ഒരുത്തൻ. അവൻ വന്നിട്ട് മെലീസേനെ സഹായിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ട്രാപ്പ് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സമാധാനമാണ്. അവനാണെങ്കിൽ അവളുടെ അടുത്ത് എണീക്കുക നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ അവൾ എണീക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവളെ കൊണ്ട് എണീക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ പതിയെ അവളെ എണീപ്പിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുമ്പോൾ നിന്നെ ഞാൻ ക്യാബിൽ കൊണ്ടാക്കാന്ന്. എന്നാൽ അവൾ അവനോട് ക്യാബിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അവൻ എങ്ങനെ ക്യാബിന്റെ കാര്യം മനസ്സിലാക്കി? അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊരു ഡൗട്ട് തോന്നിയിട്ട് നീ ഒന്ന് മാറി നിന്നെ, എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോവും. ഞാൻ ഒറ്റയ്ക്ക് ക്യാബിൽ പൊയ്ക്കോളാം, നീ എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നതുപോലെ ഞാനും നിന്റെ കൂടെ വരാം, എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം നിന്റെയിലുണ്ട്, എന്നെ കൂടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ അവൻ ഒരുമാതിരി പ്രാന്ത് കയറിയതുപോലെ നിൽക്കുകയാണ്. എന്നാൽ മെലീസയ്ക്ക് ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് പേടിയാവുകയാണ്. എവനെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് പാടില്ല. അവൾ അവളുടെ കയ്യിലിരിക്കുന്ന കരടിക്കടിക്കുന്ന സ്പ്രേയില് അതെടുത്ത് അവന്റെ നേരെ ചൂണ്ടും. ഇനി അടുത്തോട്ട് വന്നാൽ അത് അടിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ പേടിക്കാതെ അടുത്തോട്ട് വരുമ്പോൾ അതെടുത്ത് അടിക്കും. എന്നാൽ അത് അവനൊന്നും ആവുന്നില്ല, അവനൊന്നും പറ്റുന്നില്ല, കണ്ണെരിയുന്നത് പോലും ഇല്ല. വീണ്ടും മെലീസേനെ ഉപദ്രവിക്കാനായിട്ട് അടുത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കാം, അവളെ വെറുതെ വിടടാന്ന് പറഞ്ഞിട്ട്. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു 3 പേര്, അതിൽ 2 പേരാണ് ആ 2 അപ്പൂപ്പന്മാര്. അവര് വന്നിട്ട് ആ ഒരുത്തൻ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് പറയും. എന്നാൽ അവൻ പേടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈ പൊക്കി നിൽക്കുകയാണ്. ആ ഒരു അപ്പൂപ്പനില്ലേ, അപ്പൂപ്പന്റെ കൂട്ടാളിയോട് പറയുന്നുണ്ട് അവൻ അനങ്ങുവാണെങ്കിൽ അവന്റെ നെഞ്ചത്തോട്ട് തന്നെ അമ്പ് വിട്ടോളാം. എന്നാൽ ആ അപ്പൂപ്പൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂപ്പനും അതുപോലെ തന്നെ മെലീസ അവിടെ നോടാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ ഒരുത്തനാണെങ്കിൽ പേടിയില്ലാതെ ഇവരുടെ അടുത്തോട്ട് വരുമ്പോൾ അപ്പൂപ്പൻ അമ്പും വില്ലുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവൻ പേടിയില്ലാതെ അടുത്ത് വന്ന് അപ്പൂപ്പനെ എടുത്ത് പൊക്കാനായിട്ട് തുടങ്ങും. ഏത് ആ കൂട്ടാളി അപ്പൂപ്പനില്ലേ, കൂട്ടാളിനെ എടുത്ത് പൊക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന മെലീസയ്ക്കും അപ്പൂപ്പനും കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല. മറ്റേ അപ്പൂപ്പനാണെങ്കിൽ അടുത്തോട്ട് ഓടി വരാൻ നിൽക്കുമ്പോൾ ഈ കൂട്ടാളി വിളിച്ച് പറയും വേണ്ട അപ്പൂപ്പ വരണ്ട, കാരണം ഇവൻ ഒരുപാട് ശക്തനാണ്, നിങ്ങളെ കൊന്നുകളയെന്ന് പറയുമ്പോൾ മെലീസിനെയും വിളിച്ച് അപ്പൂപ്പൻ അവിടെ നോടും. അങ്ങനെ ഈ മെലീസ ഓടുന്ന സമയത്ത് മറിഞ്ഞു വീഴുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുമ്പോൾ വീണ്ടും അപ്പൂപ്പൻ വന്ന് അവളെ പിടിച്ചോണ്ട് പോവാണ്. നേരെ ഓടി ചെല്ലുന്നതാവട്ടെ അവരുടെ വണ്ടിയുടെ അടുത്താണ്. നമ്മൾ നേരത്തെ ഒരു വണ്ടി കണ്ടില്ലേ, ആ വണ്ടിയുടെ അടുത്ത് മെലീസേനോട് കാറ് കയറാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ കാർ എടുക്കും. എന്നാൽ കാർ സ്റ്റാർട്ടാക്കി പോവാനായിട്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല. കാരണം എന്താന്നല്ലേ, നമ്മൾ നേരത്തെ ഒരു മനുഷ്യനെ കണ്ടില്ലേ, ആ ചുമന്ന ഷർട്ട് ഇട്ടവൻ, അവൻ വന്നിട്ട് കാറിൽ മുറുകെ പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർ അനങ്ങുന്നില്ല, കാറിന് അവിടുന്ന് പോകാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ മെലീസ എങ്ങനെയെങ്കിലുമൊക്കെ പിറകിലോട്ട് ചാടി മാറി അമ്പും വില്ലും എടുത്ത് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തോട്ട് കാണിക്കും. അത് കാണുമ്പോൾ അവൻ പേടിക്കും. അവന്റെ നെഞ്ചിൽ കൊണ്ടാൽ അവൻ എന്തായാലും മരണപ്പെടുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അങ്ങനെ മെലീസ അപ്പൂപ്പനും കൂടെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അപ്പൂപ്പനോട് മെലീസ ചോദിക്കും നിങ്ങളുടെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ പട്ടാള ഡ്രസ് ഇട്ടവൻ, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് ചെല്ലാണ്. അവനെ കാണിച്ചു കൊടുക്കും. അവന്റെ സ്വഭാവത്തിൽ കുറച്ചു നേരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ പിടിച്ച് ആ ഒരു മരത്തിൽ കെട്ടിവെച്ചേക്കായിരുന്നു. ഇപ്പൊ അവനെ അഴിക്കാനായിട്ട് അപ്പൂപ്പൻ ഇറങ്ങി ചെല്ലും. മെലീസ കാറിൽ ഒറ്റയ്ക്കാണ്. എന്നാൽ അവൾ നോക്കുമ്പോഴാവട്ടെ ദൂരെന്ന് വീണ്ടും ആ ഒരുത്തം വരുന്നുണ്ട്, ആ ചുമന്ന ഡ്രസ് ഇട്ടവൻ. അവൾ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ചാടി കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ സ്റ്റാർട്ട് ആവുന്നില്ല. അവൻ വന്ന് അങ്ങനെ നിൽക്കുകയാണ് വണ്ടിയുടെ സൈഡിലായിട്ട് അവളെ പിടിക്കാനായിട്ട്. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കും. അവൾക്ക് അതേ ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അവൾ ഒരുപാട് പേടിച്ചു പോയി. എന്നാൽ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അപ്പൂപ്പൻ പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൂപ്പൻ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ അധികമൊന്നും പറ്റുന്നില്ല. ഈ നേരം മറ്റേ കെട്ടിയിട്ടവനെ അപ്പൂപ്പൻ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നടന്ന് വണ്ടിയുടെ അടുത്ത് വരും. മെലീസ ഇരിക്കുന്ന ഡോറ് തുറക്കുകയാണ്. എന്നാൽ മെലീസിനെ ഉപദ്രവിക്കാനും നല്ല ഡോറ് തുറന്നത്. പകരം ആ വണ്ടിയുടെ പിന്നിലായിട്ട് ആ ഒരു അമ്പും വില്ലും ഇരിപ്പുണ്ട്. അത് ആ ഒരു മനുഷ്യൻ എടുക്കുകയാണ്. മറ്റേ ആ ചുമന്ന ഷർട്ട് ഇട്ടവനുമായിട്ട് അടികൂടി പിടിച്ചു നിൽക്കാനാണ് ആ ഒരു അമ്പും വില്ലും എടുക്കുന്നത്. ഇപ്പൊ അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന ഒരു കത്തി എടുക്കുന്നുണ്ട്. മറ്റവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ ആ കത്തി എടുത്ത് ആക്രമിക്കാനായിട്ട് നിൽക്കുകയാണ്. ഈ നേരം മെലീസയാണെങ്കിൽ ആരും കാണാതെ വണ്ടിയുടെ പിന്നിലൂടെ നടന്ന് തൊട്ട് സൈഡിൽ ഒരു ടെന്റ് ഉണ്ടായിരുന്നു. ആ ടെന്റിന്റെ അകത്തോട്ട് ഓടിക്കയറും. ഇപ്പൊ അപ്പൂപ്പനാണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. അവൻ ആ കത്തി തട്ടിപ്പറിച്ച് അപ്പൂപ്പനെ പല തവണയായിട്ട് കുത്തി അപ്പൂപ്പനെ കൊന്നു കളയാണ്. അതിനുശേഷം എന്താ മെലീസേനെ പോയി കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ മെലീസ ഉള്ള ടെന്റിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അവനറിയാം മെലീസ ടെന്റിന്റെ ഭാഗത്തുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ടെന്റിലെല്ലാം പോയി തപ്പി നോക്കും. എന്നാൽ അവളെ കാണാനില്ല. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ട് മെലീസ ഓടി പോകുന്നു. അവളുടെ പിന്നാലെ പോവാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു പട്ടാള ഡ്രസ് ഇട്ട മനുഷ്യനെ കണ്ടില്ലേ, അയാൾ അമ്പും വില്ലുമായിട്ട് അടുത്തോട്ട് വന്നിട്ടുണ്ട്. നീ അനങ്ങിയാൽ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട്, അന്നാ നീ ഷൂട്ട് ചെയ്യടാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചുമന്ന മനുഷ്യൻ നിൽക്കുന്നത്. പട്ടാള ഡ്രസ് ഇട്ട മനുഷ്യനാണെങ്കിൽ ആ ഒരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാണ്. അമ്പും വില്ലും നേരെ അവന്റെ അടുത്ത് ചെല്ലുമെങ്കിലും അവൻ എന്തോ മനുഷ്യനല്ലാത്തതുപോലെ ആ അമ്പും വില്ലും പിടിക്കുകയാണ്. ആ അമ്പും വില്ലും കൊണ്ടുവന്ന് ഈ ഒരു മനുഷ്യനെ കുത്തി കുത്തി പല തവണയായിട്ട് കുത്തി കുത്തി കൊന്നു കളയുന്നുണ്ട്. മെലീസ ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അവൾ ആകെ പേടിച്ചിട്ട് ഓടുമ്പോഴാവട്ടെ നേരത്തെ അങ്ങ് ദൂരെ നിന്നും തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അതിനർത്ഥം ഇവൻ മനുഷ്യനല്ല, ഇവൻ ഒരു തരം ഏലിയൻ ആണ്. നമ്മൾ അന്ന് ആകാശത്തോടെ ഒരു സ്പേസ് ഷിപ്പ് മറ്റോ പോകുന്നത് കണ്ടില്ലേ, അത് എവന്റെ തന്നെയാണ്. എവനെ നമുക്ക് ഏലിയൻ എന്ന് പറയാം. എവൻ വന്ന് അങ്ങനെ മുമ്പിലായിട്ട് നിൽക്കുന്നു. മെലീസയുടെ കയ്യിൽ എവന്റെ എന്തോ ഒരു കാര്യമുണ്ട്. മിക്കവാറും ഇവൾക്ക് കളഞ്ഞു കിട്ടിയ ആ ഒരു കല്ലായിരിക്കണം. എന്നാൽ അത് മെലീസയ്ക്ക് അറിയത്തില്ലല്ലോ. എന്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ അവൾ ആക്രമിക്കാനായിട്ട് അടുത്തടുത്ത് വരികയാണ്. എന്നാൽ അവൾക്ക് താഴെ നിന്നൊരു മരക്കമ്പ് കിട്ടുന്നുണ്ട്. ഒരു
ഒരു വലിയ മരക്കമ്പ് അതെടുത്ത് അവൻ അടുത്ത് വരാതിരിക്കാനായിട്ട് വീശും. എന്നാൽ എത്രയെന്ന് പറഞ്ഞാൽ വീശുന്നത് അവൾ തളർന്നു പോവുകയാണ്. അവളെ കൊണ്ട് അവനെ അടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുടിയിൽ പിടിച്ച് അവളെ അവിടെ നിന്ന് വലിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കും. എന്റെ സാധനം താടി എന്ന് പറഞ്ഞിട്ട് ഇവളെ വലിച്ചോണ്ട് പോകുന്ന നേരത്ത് ഇവൾക്ക് താഴെ നിന്നൊരു കല്ല് ഇടുന്നുണ്ട്, ഒരു വലിയ കല്ല്. അതെടുത്ത് അവന്റെ കയ്യിൽ ഒറ്റ ഇടിയാണ്. ആ വേദന കാരണം അവൻ ആ മുടിന്ന് വിടുന്നുണ്ട്. എന്നാൽ ഇവള് വെറുതെ വിടാനായിട്ട് തയ്യാറല്ല. ഇവൻ വീണ്ടും ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഇവൾ ആ കല്ലെടുത്ത് അവന്റെ തല നോക്കി ഒറ്റ അടിയാണ്. എന്നാൽ അവന്റെ തല പൊട്ടി ചുമന്ന ചോരയല്ല വരുന്നത്, പകരം നീല കളർ ചോരയാണ് വരുന്നത്. ഇവൻ സാധാരണ മനുഷ്യനല്ല, ഇവൻ ഏലിയനാണ്. ഇവനെ അടിച്ചിട്ടിട്ട് അവൾ അവിടെ നോടാനായിട്ട് തുടങ്ങും. ഈ ഏലിയന്റെ തലയ്ക്ക് അടി കിട്ടിയത് കൊണ്ട് തന്നെ അവന് നേരെ ചൊവ്വേ നടക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ ഒരുപാട് സ്ലോ ആയിട്ടുണ്ട്. മെലീസയുടെ പിന്നാലെ പതിയെ പതിയെ ഓടി ചെല്ലുകയാണ് അവളെ പിടിക്കാനായിട്ട്. ഇപ്പൊ മെലീസ ആണെങ്കിൽ ഓടി ഓടി അവളുടെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. ക്യാമ്പിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ അവൾ ആ എടുത്ത കല്ലില്ലേ അതെടുത്ത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ആ കല്ലിന്റെ പിന്നാലെയാണ് ഈ ഒരു ഏലിയൻ നടക്കുന്നതെന്ന്. എന്നാൽ അവൾ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇത്ര അവളെ കഷ്ടപ്പെടുത്തിയിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവിടുത്തെ ഒരു കോടാലി എടുത്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ട് ഒരാൾ അകത്തോട്ട് കയറി വരും. അത് മറ്റാരും അല്ല, അത് റോയി ആണ്. റോയി മെലീസനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇവള് പേടിച്ചിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ റോയി ആണ്, പേടിക്കണ്ടെന്ന് പറയും. ഇവള് റോയിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ആ ഏലിയൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. റോയിയെ പിടിച്ച് താഴോട്ട് ഒറ്റ തള്ളലാണ്. റോയി താഴെ പോയി മറിഞ്ഞു വീഴുന്നുണ്ട്. എന്നിട്ട് ഈ ഏലിയൻ അകത്തോട്ട് കയറി വന്നിട്ട് അവിടെ എല്ലാം പരതാനായിട്ട് തുടങ്ങും. അവന്റെ ആ കല്ലുണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പൊ മെലീസ ആണെങ്കിൽ ആകെ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോയി നോക്കും. ചെന്ന് നോക്കുമ്പോഴാവട്ടെ റോയി താഴെ വീണ് കിടപ്പുണ്ട്. അവന് ബോധമില്ല, ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം. ഇവ മെലീസയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലെടുക്കുന്നുണ്ട്. ആ കല്ലെടുത്തിട്ട് ഏലിയനോട് പറയും, ഇതാടാ നിന്റെ കല്ല്, ഇതെടുത്ത് ഞാൻ താഴോട്ട് എറിയാൻ പോവാണെന്ന്. എന്നിട്ട് ഈ കല്ലെടുത്തോണ്ട് വന്ന് താഴോട്ട് എറിയാണ്. ഇത് താഴെ പോയെന്ന് കണ്ടതും ഏലിയൻ അതിന്റെ പിന്നാലെ താഴോട്ടിറങ്ങി ചെല്ലുകയാണ്. മെലീസയും ആ ഒരു കോടാലി എടുത്ത് അവന്റെ പിന്നാലെ താഴോട്ടിറങ്ങി ചെല്ലും. എന്നാൽ ഏലിയനെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നതെന്നല്ല, റോയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചെന്ന് നോക്കുന്നതാണ്. റോയ്ക്ക് ഒട്ടും ബോധമില്ല കേട്ടോ. അവന്റെ ചോരയൊക്കെ വാർന്നിട്ട് അവൻ അങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോകും. അവനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോൾ ഈ ഏലിന് പ്രാന്തായതുപോലെ അവളുടെ അടുത്തോട്ട് വരുവാണ്. എന്നോട് എന്തിനാ മനുഷ്യരെ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ആ കല്ലിങ് തന്നാ പോരെ, ഞാൻ പോകത്തില്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മെലീസനെ ആക്രമിക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലും. എന്നാൽ മെലീസയുടെ വലിയൊരു കോടാലിയല്ലേ ഇരിക്കുന്നത്. ആ കോടാലി എടുത്ത് ഒറ്റ വെട്ടാണ്. ആ ഒരു ഏലിയന്റെ കഴുത്തിന്റെ ഭാഗത്ത് തന്നെ പൊത്ത് കയറുകയാണ്. ഏലിയൻ തളർന്ന് താഴെ വീഴുന്നുണ്ട്. പിന്നെ ഈ ഏലിയന്റെ രക്തത്തിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ, നീല കളറാണ്. അതുപോലെ തന്നെ ഈ ഏലിയൻ തളർന്ന് വീഴുന്നതാവട്ടെ റോയിയുടെ അടുത്താണ്. മെലീസ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഏലിയന് ഒരു ശരീരത്തിൽ നിന്നും മറ്റേ ശരീരത്തിലോട്ട് കയറാനായിട്ട് കഴിയും. ആ ഒരു ചുമന്ന ഷർട്ടിട്ടവന്റെ ശരീരത്തിൽ നിന്ന് റോയിയുടെ ദേഹത്തോട്ട് കയറുകയാണ്. റോയി പെട്ടെന്ന് തന്നെ അബ്നോർമൽ ആയിട്ട് പെരുമാറുകയാണ്. എന്നാൽ റോയിയുടെ ശരീരത്തിന് ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ ആ റോയിയുടെ ശരീരത്തിന് പറ്റുന്നത് പോലെ തന്നെ മെലീസയുടെ പിന്നാലെ ഫോളോ ചെയ്ത് ചെല്ലും. മെലീസ പേടിച്ചിട്ട് അവിടെ തന്നെ റോയി കൊണ്ടുവന്ന വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ വോക്കി ടോക്കി എടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അത് വർക്കാവുന്നില്ല. പകരം ആ ഒരു ഏലിയനാണ് അതിൽ കൂടെ സംസാരിക്കുന്നത്. എന്റെ കല്ല് താടി, ഇല്ലെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇവള് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഒരു കമ്പി എടുക്കുന്നുണ്ട്, ഒരു ജാക്കി. അതെടുത്തിട്ട് ആ റോയിനെ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. റോയിൻ നല്ല ദേഷ്യത്തിൽ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവന് വയ്യാതായിട്ട് അവന്റെ വായിന്ന് കറുത്ത തരം ദ്രാവകം തുപ്പുന്നുണ്ട്. അത് തുപ്പിയതോടെ ആ ഒരു ഏലിയൻ റോയിയുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോവാണ്. റോയ്ക്ക് ഇപ്പം ബോധം വന്നിട്ടുണ്ട്. മെലീസ ആകെ വിഷമപ്പെട്ട് റോയിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഒരുപാട് വൈകിപ്പോയി, അവൻ മരണപ്പെട്ടു പോവാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ആകാശത്ത് നിന്ന് ഒരു ഏലിയൻ താഴെ വന്നു വീണു. അത് ആ ലേഡിയുടെ ടെന്റിലാണ് വന്ന് വീണത്. അങ്ങനെ ആ ലേഡിയുടെ ദേഹത്ത് ഏലിയൻ കയറി ആ ലേഡിയുടെ ദേഹത്ത് നിന്ന് എങ്ങനെയോ ആ പട്ടാളക്കാരുടെ ദേഹത്തിലോട്ട് അത് മാറി. ആ ഏലിയൻ ലേഡിയുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയതോടെ അവർക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ആ പട്ടാളക്കാരന്റെ ദേഹത്ത് നിന്ന് എങ്ങനെയോ ആ ഒരു ചുമന്ന ഷർട്ടിട്ടവന്റെ ദേഹത്ത് കയറി. ചുമന്ന ഷർട്ടിട്ടവൻ പട്ടാളക്കാരനെ രക്ഷിക്കാനായിട്ട് പോയില്ലായിരുന്നു. പിന്നെ ആ പട്ടാളക്കാരന്റെ സ്വഭാവത്തിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ രണ്ട് അപ്പൂപ്പന്മാരാണ് അവനെ അവിടെ പിടിച്ച് കെട്ടിവെച്ചത്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഈ ഏലിയന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലോട്ട് മാറാനായിട്ടുള്ള കഴിവുണ്ട്. ഇതൊരു പ്രത്യേകതരം ഏലിയനാണ്, വെനം പോലത്തെ ഒരു ഏലിയൻ. വീണ്ടും മെലീസനെ കാണിക്കുകയാണെങ്കിൽ അവൾ ആകെ തളർന്ന് ഒരു സ്ഥലത്ത് വന്നങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ ശരീരത്തൂടെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് രണ്ട് മരണമൊക്കെ അല്ലേ അവൾ മുമ്പിൽ കണ്ടേക്കുന്നത്. അങ്ങനെ തളർന്നിരിക്കുമ്പോൾ ക്യാപ്റ്റനും ടീംസും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റന്റെ കൂടെ തന്നെ ബില്ലി ഉണ്ട് കേട്ടോ. ക്യാപ്റ്റന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മെലീസയോട് നല്ല സ്നേഹത്തിലാണ് വന്ന് പെരുമാറുന്നത്. മെലീസ ഒരുപാട് മാനസികമായിട്ട് തളർന്നിട്ടുണ്ടെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മെലീസയോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. കൂടെ തന്നെ ബില്ലി ഇല്ലേ, ബില്ലി ആണെങ്കിൽ ആ ഒരു മരണപ്പെട്ട് കിടക്കുന്ന ശരീരമൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. എന്നാൽ അത് സാധാരണ ബ്ലഡ് ഒന്നുമല്ല. അവൻ ഇതൊക്കെ കണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ ആണെങ്കിൽ മെലീസേനെയും വിളിച്ച് വണ്ടിയുടെ അടുത്ത് വരും. നീ വണ്ടിയിലിരുന്നു, ഞാൻ പോയി നിന്റെ സാധനങ്ങളൊക്കെ മണ്ടയിൽ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മെലീസേനെ അവിടെ എടുത്തിട്ട് ക്യാപ്റ്റൻ പോകാനായിട്ട് ഒരുങ്ങാണ്. ഇതേ നേരം ബില്ലി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ താഴെ തന്നെ റോയ് തുപ്പിയ ദ്രാവകം ഇല്ലേ, ആ ഏലിയന്റെ ദ്രാവകം, അത് കിടപ്പുണ്ടായിരുന്നു. അത് തൊട്ട് നോക്കുകയാണ്. അതിങ്ങനെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്യാപ്റ്റന്റെ കൂടെ മുകളിലോട്ട് കയറി ചെല്ലാനായിട്ട് പറയുമ്പോൾ അവൻ ആ താഴെ നിന്നെടുത്ത ദ്രാവകം ഉണ്ടല്ലോ അവന്റെ നിക്കറി തന്നെ തുടക്കുകയാണ്. ഒരു വൃത്തിയില്ലാതെ ക്യാപ്റ്റന്റെ പിന്നാലെ കയറി ചെല്ലും. ക്യാപ്റ്റനും റോയും കൂടെ ക്യാബിന്റെ മുകളിൽ പോയി അങ്ങനെ നിൽക്കുകയാണ്. ക്യാപ്റ്റൻ റോയ്
റോയിയോട് ഒരു കാര്യം പറയും. മറ്റൊന്നുമല്ല, ഇനി തൊട്ട് കാർഡ് നീയാണ് നോക്കേണ്ടത്. കാരണം മെലീസയ്ക്ക് വയ്യ, നിന്റെ ലീവ് ക്യാൻസൽ ആയി. അപ്പൊ മെലീസയ്ക്ക് പകരം നീ കാർഡ് നോക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ താഴോട്ട് പോവാണ് മെലീസനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട്. അവളുടെ മാനസിക ആരോഗ്യം ഒരിക്കലും നല്ല രീതിയിലല്ല. അവൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. ഇനി അവളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. അതുകൊണ്ടാണ് ബില്ലിയോട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ക്യാപ്റ്റനും അതുപോലെ തന്നെ മെലീസ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബില്ലി ആണെങ്കിൽ അവിടെ തന്നെ ഒരു ബക്കറ്റ് ഒക്കെ ഉണ്ട്, ഫുഡൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ബക്കറ്റ്. ആ ബക്കറ്റ് തുറന്നു നോക്കും. ആ സെയിം ബക്കറ്റിലാണ് മെലീസ ആ കല്ല് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ആ കല്ല് കിട്ടിയതും അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വരികയാണ്. അവൻ ആ കല്ല് എടുത്ത് പുറത്തോട്ട് വന്ന് നിൽക്കും. അപ്പൊ തന്നെ അവന്റെ മൂക്കിൽ നിന്ന് കറുത്ത ദ്രാവകങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ബില്ലിയും ആ ഒരു ഏലിയനായിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ താഴെ ആ ദ്രാവകം എടുത്തപ്പോൾ അവന്റെ ശരീരത്തോട്ട് മാറിയതായിരിക്കാം ആ ഏലിയൻ. എന്തായാലും ഏലിയൻ ബില്ലിയുടെ ശരീരത്തുണ്ട്. അതുപോലെ തന്നെ ആ കല്ല് അതിന് കിട്ടിയിട്ടുണ്ട്. എന്തിനായിരിക്കും ആ കല്ല് കിട്ടിയിട്ടുള്ളത് അറിയില്ല. അതിന് ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.